ഇതിനകത്ത് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നും CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് അന്വേഷണം തൃപ്തികരമല്ല എന്നും ആദ്യം മുതൽ രണ്ട് കുടുംബവും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയി ഈ കേസിനകത്ത് CBI അന്വേഷണം വേണമെന്നുള്ള നിലപാട് രണ്ട് കുടുംബവും പാർട്ടിയും സ്വീകരിച്ചത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ CPMൻ്റെയും അവരുടെ ഭരണത്തിൻ്റെയും വിധത്തിലുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും 1.5 കോടിയോളം രൂപ മുടക്കി സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ രഞ്ജിത്ത് കുമാറിനെയും മനീന്ദർ സിംഗിനെയും പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നത് കൂടാതെ നമ്മുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പാർട്ടിയുടെ ഉപ്പും ചോറും കൊണ്ട് വളർന്ന് നേതാവായ ഒരു വക്കീലിനെ CK ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി CPM വെളിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവസാനം CBI വന്നു, അന്വേഷണം വളരെ കൃത്യമായി നടത്തി. ഇന്ന് രണ്ട് കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള, അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, CPMൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ കേസിനകത്ത് CPMൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ, ജില്ലയിലെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഏറ്റവും ശക്തമായ വിധി വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുപേരെ വെറുതെ